നിർത്തൂ നിന്റെ കഥകളും സംശയങ്ങളും. എന്റെ കഥകളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. 1000 വർഷം കഴിഞ്ഞുള്ള കഥ, അതായത് രാജ്യഭരണം നാട് നീ കാലഘട്ടത്തിലാണ്. പക്ഷേ വേദാന്തം മന്ത്രമായി നമുക്കിവിടെ കാത്തിരിക്കുകയാണ്. ശരി, നമുക്ക് 1000 വർഷം കഴിഞ്ഞുള്ള രാജ്യഭരണം നാട് നീ കാലഘട്ടത്തിൽ കഥ കേട്ടാൻ സുഖമായി. വരൂ, നമുക്ക് ആ വൃക്ഷത്തോട് സൗണ്ട് എന്തൊരു കഷ്ടമാണ്. ഇവിടെ കണക്ഷൻ കിട്ടുന്നില്ലല്ലോ. ഇടത്തോറും കണക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരാണ്. ബടാ ലോ ബടോ പ്രഭു, എന്തിനാ എന്നെ വിളിച്ചത്? താൻ ആരാ? മുമ്പുള്ളവരെ താനല്ലോ, പുതുതായി ജോയിൻ ചെയ്തതാണോ? അതേ മഹാരാജൻ, ഞാൻ ഇന്നേ ജോയിൻ ചെയ്തുള്ളൂ. അപ്പോ മുമ്പുള്ളവരനോ? അയാളെ നമ്മളെ പറഞ്ഞു വിട്ടു. ഓ, എന്തിനെ? മുമ്പുള്ളവരൻ തീരെ വലിയവനായിരുന്നു. വണ്ണം വരാൻ വണ്ണം വേണമെന്ന് അതിന്റെ പുതിയ കൽപ്പന. സൽമാൻ ഖാൻ പോലെ മോണിറ്റർ എന്നാണ് എന്നെ സെലക്ട് ചെയ്തത്. അയ്യോ, സൽമാൻ ഖാൻ പോലും കണ്ടേച്ചാലും മതി. എന്നാ താൻ പോയിട്ട് ആ റൗട്ടർ ഒന്ന് ചെക്ക് ചെയ്തേ. ഇവിടെ കണക്ഷൻ കിട്ടുന്നില്ലല്ലോ. അതിന്റെ റൗട്ടർ ഇവിടെ ഇല്ല. പിന്നെ അതവിടെ പോയി? യമരാജൻ റൗട്ടർ പോക്കറ്റിൽ വെച്ചോണ്ട് നരകം ചുറ്റാൻ പോയി. ചേട്ടാ, അതെന്തിനെ? വേറെന്തിന് പൊങ്ങച്ചം കാണിക്കാൻ. അയ്യോ, ഇതേ പോലത്തെ ഒരു മണ്ടൻ രാജാവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നാ താൻ പോയിട്ട് ആള് വരവേൽക്ക്, അല്ലെങ്കിൽ അത് മതി. പിന്നെ ദുരിതം അനുഭവിക്കുന്നതോട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ഓ അതൊരു വേറെ സുഖം തന്നെയാണ്. ഇത് എന്റെ മാത്രം സ്വഭാവമല്ല, എല്ലാ മലയാളികളുടെയും സ്വഭാവമാണ്. ഇതൊക്കെ സ്പോർട്സ്മാൻ സ്പീഡ് എടുക്കണം ചിത്രഗുപ്ത. ഓ എവിടെ നമ്പർ പോലും ഇല്ല. വന്നോളം തരും. കാരണം അയ്യോ ഭയങ്കര വൃത്തിയുള്ള ആളാ. 30 ദിവസം കഴിവാ കുളിക്കണത്. എന്താണെന്ന് അറിയില്ല, കള്ളം കേട്ട് അപ്പ തന്നെ കൂവും. അല്ല ഇന്നാരും മരിക്കുന്നില്ലേ? അല്ല ഇന്ന് മാസാവസാനമാണല്ലോ. പുതിയ സ്റ്റോക്ക് മേടിക്കണം. ആ വടനെ വിളിക്കൂ, പുതിയ സാധനങ്ങൾ മേടിക്കണം. ഇന്ന് മാസാവസാനമാണ്, പുതിയ സ്റ്റോക്ക് മേടിക്കണം. എഴുതിക്കോളൂ. പിന്നെ ഒരു പരസ്യം കണ്ടല്ലോ, ഇത്രയും മുടിയുള്ള ഒരു പെണ്ണ് 4G എന്ന് പറഞ്ഞ ആൾക്കാർ ഒരു കാർഡ് കാണിച്ചു. എന്താണ് അതിന്റെ പേര്? 6 ടെല്ലോ 7 ടെല്ലോ എന്തോ, എന്താണത്? ആ സാധനം അതിന് 10 കൊണ്ട് തൽക്കാലം പോകും. അപ്പോൾ അയാൾ മരിച്ചു അല്ലേ? അയാൾ വാതിൽ വന്ന് നിൽക്കുന്നുണ്ട്.
ഉപയോഗിച്ച് ബൈക്കിലൂടെ പോകുമ്പോൾ വണ്ടി ഇടിച്ച് മരണം. ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ 1500. ജീവിതത്തിൽ പറഞ്ഞ കള്ളങ്ങൾ 1,50,200. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയധികം തെറ്റുകളോ? ഇവന്റെ ശിക്ഷ ഞാൻ തന്നെ വിധിക്കും. ഇവനെ നരകത്തിൽ കൊണ്ടുപോയി തിളച്ച വെള്ളത്തിൽ കുഴിയെ കൊണ്ടുവരും. ഞാൻ 18 വയസ്സ് വരെ നല്ലവനായിരുന്നു. സാഹചര്യങ്ങൾ എന്നെ ആക്കിയത്. അതൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല. വേഗം തന്നെ എന്നെ കൊണ്ടുപോകും. അയ്യോ അയ്യോ, അങ്ങനെ കഥ കേട്ടതിന് ശേഷം ശിക്ഷ വിധിച്ചാലും. ചിത്രൂട്ടൻ, ഇനി ആരെങ്കിലും മരിക്കാനുണ്ടോ? 1 മണിക്കൂർ ആരും മരിക്കാനില്ല രാജൻ. എന്നാൽ തുടങ്ങട്ടെ ഇതിന്റെ കഥ. ഞാൻ പറയാം. ഞാൻ ജനിച്ചത് ഒരു കോടീശ്വരന്റെ മകനായിട്ടാണ്. എനിക്ക് 4 വയസ്സായപ്പോഴാണ് എൻ്റെ അമ്മ എന്നെ വിട്ടുപോയത്. പിന്നെ ഞാൻ വളർന്നത് അച്ഛൻ്റെ തണലിലാണ്. ആദ്യമൊക്കെ അച്ഛന് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് 15 വയസ്സായപ്പോഴാണ് അച്ഛൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങിയത്. ബിസിനസ് തകർന്നപ്പോൾ അച്ഛന് അതുവരെ ഇല്ലാത്ത ദുശീലങ്ങൾ തുടങ്ങി. കള്ളുകുടി, ചിറ്റുകൾ, അങ്ങനെ പലതും. എന്നെ സ്നേഹിക്കാണ്ടായി. എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാത്തായിരുന്നു. എന്നെ കാണുന്നത് തന്നെ ദേഷ്യമായി തുടങ്ങി. സ്നേഹം കിട്ടാതായപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങി. ചീത്ത കൂട്ടുകെട്ട് കാരണം ഞാൻ വഴുതി വന്നു. അങ്ങനെ ഞാൻ റെമോ എന്ന കൂട്ടുകാരനെ പരിചയപ്പെട്ടു. അവനാണ് എന്നെ ദുഃഖങ്ങൾ അകറ്റാൻ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പഠിപ്പിച്ചത്. പിന്നെ അതൊരു ശീലമായി. എൻ്റെ ഓരോ ദിവസത്തെ ദുഃഖങ്ങൾ അതിന് ഇല്ലാതെയായി. ഞാൻ ഓരോ നിമിഷം അതിനെ ആസ്വദിച്ചു. അങ്ങനെ ഞാൻ ഇല്ലാതെയായി. നീ പറയൂ, ഞാൻ ഇത് തെറ്റാണോ? ഒരു പക്ഷേ എന്റെ അച്ഛൻ എന്നെ ലാളിച്ചേർന്നെങ്കിൽ, സ്നേഹിച്ചേർന്നെങ്കിൽ ഞാൻ എന്നെ ആകില്ലായിരുന്നു. നീ പറയൂ, ഞാൻ ഇത് തെറ്റാണോ? ചിത്രൂട്ടൻ, ഇവൻ പറഞ്ഞതിൽ കള്ളമുണ്ടോ? ഇവൻ പറഞ്ഞത് ഒരു കള്ളമല്ലേ രാജൻ. പക്ഷേ ഇവൻ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇവന്റെ അച്ഛൻ ഇവനെ സ്നേഹിച്ചായിരുന്നു. പക്ഷേ അത് അവൻ അറിയില്ലായിരുന്നു. ഇവന്റെ മരണശേഷം ഇവന്റെ അച്ഛൻ 2 പാതി സ്വത്തുക്കൾ പാവങ്ങൾക്ക് ദാനം ചെയ്യുകയാണ്. പിന്നെ പാതി സ്വത്തുക്കൾ വെച്ച് ഇവന്റെ പേരിൽ ഒരു വൃദ്ധസദനം തുടങ്ങാൻ പോവുകയാണ്. ഇതിൽ തന്നെ മനസ്സിലാക്കാം ഇവന്റെ അച്ഛൻ ഇവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. എടാ, സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിലും മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾക്ക് വേണ്ടി മനസ്സിലൊരു സ്ഥാനമുണ്ട്. അത് മനസ്സിലാക്കുന്നതാണ് മക്കളുടെ വിജയം. ആരോ വെളിയിൽ വന്ന് നിൽപ്പുണ്ട്. താൻ പോയിട്ട് ആളെ വിളിച്ചുകൊണ്ടുവരും. എടോ, താനല്ലേടാ പറഞ്ഞത് 1 മണിക്കൂറത്തേക്ക് ആരും മരിക്കില്ലെന്ന്. ഇതൊരു ആത്മഹത്യയാണ് രാജൻ. ആത്മഹത്യ ലാപ്ടോപ്പിന് പ്രവചിക്കാൻ പറ്റുന്നതല്ല. ചിത്രൂട്ടൻ, ഇവന്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കൂ. 23 വയസ്സ്. മരണകാരണം ആത്മഹത്യ. ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ 1520. ജീവിതത്തിൽ പറഞ്ഞ കള്ളങ്ങൾ 1,50,50,300. അത്ര മാത്രമുള്ളൂ ഇവന്റെ. റെമോ, പറയൂ, നീ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? സത്യം മാത്രമേ പറയാവൂ. ഇവിടെ ആരും കള്ളം പറയാറില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. ഓ, താൻ എന്തിനാണ് കൂടിയത്? എന്താണ് അറിയില്ല. ഈയിടെ കള്ളം കേട്ട ഞാൻ അപ്പം പോകും. റെമോ, വേഗം പറയൂ. ദീപം മരിച്ചുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്തത്. കാരണം ദീപത്തിന് മരിക്കുമെന്ന് അടിമയായത് ഞാനാണ്. ആ കുറ്റബോധം കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്തത്. ട്രൂ ഫ്രണ്ട്ഷിപ്പ് അല്ലേ? അപ്പോൾ ഇവിടെ 1 നിയമം നടപ്പിലാക്കാം അല്ലേ ചിത്രഗുപ്ത? ആണ് മാനേജ്. വണ്ടിമോ, അതെന്താണ്? 1 നിയമം എന്ന് വെച്ചാൽ മരിച്ചൊരു സുഹൃത്തിന് വേണ്ടി മറ്റൊരു സുഹൃത്ത് ഒരു ദിവസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്താൽ അവർ 2 പേരിൽ ഒരാൾക്ക് സ്വർഗത്തേക്ക് പോകാവുന്നതാണ്. എങ്ങനെ മനസ്സിലായില്ല? ഈ ന്യൂ ജനറേഷൻ കൊണ്ട് തോറ്റും. അതായത് മരിച്ച ഒരു സുഹൃത്തിന് വേണ്ടി മറ്റൊരു സുഹൃത്ത് ഒരു ദിവസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്താൽ ആ 2
രമോ, നീ കാരണമാണ് ഞാൻ മരിച്ചത്. അതാണ് ഞാൻ പോകും. ഞാൻ പോകും. ഓ, നിർത്ത്. വരുമ്പോൾ എന്ത് സ്നേഹമായിരുന്നു. ബ്രോഡ് വണ്ടി. ഇപ്പൊ പൊരിഞ്ഞ അടി. നീ ഞാൻ തീരുമാനിക്കും ആരാണ് സ്വർഗത്തിൽ പോകേണ്ടത്. ചിത്രഗുപ്തൻ, ഇവരുടെ ജീവിതത്തിൽ എത്ര ശരികൾ ചെയ്തിട്ടുണ്ട്? ഇവർ രണ്ടുപേരും തന്നെ തങ്ങളുടെ ജീവിതത്തിൽ 25% മാത്രമേ ശരി ചെയ്തിട്ടുള്ളൂ. രണ്ടുപേർക്കും തുല്യ ശതമാനം. ഇത് വളരെ കൺഫ്യൂഷൻ ആയല്ലോ. ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? താഴെ കുറച്ചായിട്ട് ഭേഷ്. ഇതുവരെ കേട്ടത് വെച്ച് ഏറ്റവും കൗതുകമുണർത്തുന്നതാ. പക്ഷേ മനുഷ്യനെ അടിമയാക്കി കള്ളവും ചതിയും മഴക്കുമരുന്നും പാടുന്ന കാലം മലയാളികൾ മലയാള ഭാഷയെ വലിച്ചു കീറി അതിൽ അന്യ ഭാഷകൾ ചേർത്ത് നമ്മുടെ മലയാള ഭാഷയുടെ മഹിമ അറിയാതെ അതിനെ തേജോവനം ചെയ്യുന്ന കാലം. ഓ, അത് ചിന്തിക്കാൻ പോലും വയ്യ. എനിക്കറിയാം നീ എന്താ അങ്ങ് ചോദിക്കാൻ പോകുന്നത്. ഇതിന് ആരായിരിക്കും പോകുന്നതല്ലേ? ദൈവത്തിന് മുമ്പിൽ രണ്ടുപേരും തെറ്റുകാരുടെ. പക്ഷേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ യോഗ്യൻ റമോ തന്നെ. ശരി തന്നെ, റമോ ആണ് ദീപകിനെ തെറ്റുകാരനാക്കിയെങ്കിലും അതിനുള്ള പ്രായച്ചിത്വം അവൻ ചെയ്തുവല്ലോ. ദീപകിന്റെ മരണ കാരണം താനാണ് എന്ന് അറിഞ്ഞ നിമിഷം കുറ്റവും സഹിക്കാൻ വയ്യാതെയാണ് അവൻ ആത്മഹത്യ ചെയ്തത്. തെറ്റിനുള്ള ശിക്ഷ പ്രായച്ചിത്വവും കുറ്റവും തന്നെയാണ്. പക്ഷേ ദീപകിന്റെ കാര്യം അതല്ല. അവനൊരു എടുത്തിയാട്ടക്കാരനാണ്. ചില സന്ദർഭങ്ങളിൽ മാതാപിതാക്കൾ തന്റെ മക്കളോട് സ്നേഹം പ്രകടിപ്പിച്ചില്ലാന്ന് വരും. പക്ഷേ അവരുടെ മനസ്സിനൊരു കോണിൽ എപ്പോഴും മക്കളോട് സ്നേഹവും ലാളനയും ഉണ്ട്. അത് മനസ്സിലാക്കാനാണ് മക്കൾ ശ്രമിക്കേണ്ടത്. ഇവിടെ അത് മനസ്സിലാക്കാൻ ദീപക് ശ്രമിച്ചില്ല. അവന്റെ എടുത്തുചാട്ടവും പക്വതയില്ലായ്മയും കാരണം തകർന്നത് അവന്റെ മാത്രം ജീവിതമല്ല, മറിച്ച് അവന്റെ അച്ഛന്റെ പ്രതീക്ഷകളും റമോയുടെ ജീവനുമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളെ നാം പരീക്ഷ പോലെ ജയിച്ചു കയറണം. മയക്കുമരുന്നും മദ്യവും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ ഒരിക്കലും സഹായകരമാവുകയുണ്ട്. എനിക്ക് പറയാൻ യുവാക്കളോടാണ്, ഒരു തലമുറയോടാണ്. ഒരു അല്പ നിമിഷത്തിന് സുഖത്തിന് വേണ്ടി നാം അണയ്ക്കുന്നത് നമ്മുടെ വെളിച്ചം മാത്രമല്ല, മറിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷ കൂടിയാണ്. ഇവിടെ തീരുമാനം നിങ്ങളാണ്, യുവാക്കളെ നിങ്ങൾ മാത്രം.